നമ്മുടെ സബ്ജക്റ്റ് ചർച്ച്, സഭ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എല്ലാവരും സഭയിൽ കൂടി വരുന്നവരാണ്. സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അതിനെക്കുറിച്ച് അറിയാം. എന്നാൽ നാം അറിവ് അധികമില്ലാത്തവരെ കൂടെ പരിഗണിക്കേണ്ടത് കൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് എടുത്തതാണ്. പ്രൈസ് ഗാഡ്. മേ ബി സം ഓഫ് യു ആർ much mature than me to speak about or take a class about church. നിങ്ങൾ ധാരാളം ആൾക്കാർ എന്നെക്കാട്ടിലും അറിവുള്ളവരും ഞാൻ പറയുന്നതിലപ്പുറമായിട്ട് സഭയെക്കുറിച്ച് ടീച്ച് ചെയ്യുവാൻ കഴിവുള്ളവരും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ അത്ര അറിവില്ലാത്തവരും നമ്മുടെ ഇടയിലുള്ളത് കൊണ്ട് ഐ ഷുഡ് കൺസിഡർ ദം ടു. നിങ്ങൾ സഭയെക്കുറിച്ച് ധാരാളം അറിവുള്ളവർ ദയവായി പേഷ്യൻ്റ്ലി ലിസൺ. നിങ്ങൾ സാവകാശം അത് ശ്രദ്ധിക്കുവാനും നിങ്ങളുടെ ഓർമ്മയെ പുതുക്കുവാനുമുള്ള ദിവസങ്ങളും സമയങ്ങളും ആകട്ടെ. ഇറ്റ് മേ ടേക്ക് കപ്പിൾ വീക്സ് ടു കണ്ടിന്യൂ ദിസ് സബ്ജക്റ്റ്. ഇത് ചിലപ്പോൾ ചില ആഴ്ചകൾ മാസങ്ങളൊക്കെ എടുത്തുനിന്നിരിക്കാം. കാരണം ഒരു സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ വാട്ട് ഈസ് ചർച്ച്, എന്താണ് സഭ, ആരാണ് സഭയുടെ സ്ഥാപകൻ, സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, സഭയ്ക്ക് എന്താവശ്യമാണ്, സഭയ്ക്ക് എന്താവശ്യമല്ല, പ്രൈസ് ഗാഡ്, സഭ എങ്ങനെയായിരിക്കണം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുന്ന ദിവസങ്ങളാണ് വരുന്ന ദിവസങ്ങൾ. ഒരു ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ മാൻഡറ്റോറി ആയിട്ട് അത്യാവശ്യമായിട്ട് ഒഴിച്ചുകൂടാതെ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദ വേർഡ് ചർച്ച് കം ഫ്രം ദ ഗ്രീക്ക്. സഭ, ചർച്ച് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡായ എക്ലേഷ്യ, മീനിങ് കോൾ ഔട്ട് വൺ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരുമനപ്പെട്ട ദൈവസന്നിധിയിൽ വിളിക്കപ്പെട്ടവർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ജനത്തെയാണ് സഭ എന്ന് പറയുന്നത്. ഒരു സഭ കെട്ടിടമല്ല, ബിൽഡിംഗ്. ദ ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്. പ്രൈസ് ഗാഡ്. വിശ്വാസികളുടെ കൂട്ടമാണ്, ദ ഗ്രൂപ്പ് ഓഫ് ബിലീവേഴ്സ്. അതാ സഭ. സഭ പലരുടെയും പേരിൽ അറിയപ്പെടുന്നുണ്ട്, എന്നാൽ കർത്താവിന് അതൊന്നും അറിയില്ല. ഓരോ സഭകൾക്കും നമ്മൾ പേരിടാറുണ്ട്. അവരവർ സ്ഥാപിക്കുന്ന സഭകളുണ്ട്. അവരവരുടെ ആ ഒരു ഡോക്ടറിൻ അനുസരിച്ച് അവരവർക്ക് തോന്നുന്നതനുസരിച്ച് സഭകൾ പണിയുന്നുണ്ട്, സഭയുടെ നിയമം കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇതൊന്നും ക്രിസ്തു അറിയുന്നില്ല. ക്രിസ്തു അറിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ സഭയായി ആര് തുടങ്ങുന്നുണ്ടോ, ആരായിരിക്കുന്നുണ്ടോ, ആ നാമ ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങൾ. പ്രൈസ് ഗാഡ്. പലരും നമുക്കറിയാം, ഒത്തിരി there are lot of churches in this around the world. ലോകത്തിൽ ഒത്തിരി സഭകളുണ്ട്. സ്തോത്രം. പഴയ നിയമകാലത്ത് സഭ പോലെ അതിനൊരു ഷാഡോ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ ക്രിസ്തേശു പത്രോസിനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ നിന്നിൽ കൂടെ പണിതെടുക്കും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് സഭ ഉണ്ടായത്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 19 വരെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനിടയാകട്ടെ. മാത്യു ചാപ്റ്റർ 16 വേർഡ്സ് 13 to 19. അപ്പോൾ യേശു നമുക്ക് വി ആർ വെരി ഫെമിലിയർ ദിസ് പാസേജ്. നമുക്ക് ഈ പാസേജ് വളരെ ഫെമിലിയറാണ്. ശിഷ്യന്മാരെല്ലാം കൂടി ഇരിക്കുമ്പം യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജനങ്ങൾ എന്നെക്കുറിച്ചുള്ള വാട്ട് ഈസ് ദ ഒപ്പീനിയൻ ഇൻ പബ്ലിക് അബൌട്ട് മീ? എന്നെക്കുറിച്ച് പബ്ലിക്കിൽ എന്താണ് ഒപ്പീനിയൻ, എന്താ ഓരോരുത്തരും പറയപ്പെടുന്നത്? അപ്പോഴേ അതിൻ്റെ അകത്ത് പറഞ്ഞു, ചിലർ നീ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, നീ ഒരു ഏലിയാവാണ്, നീ ഇരമ്യാവോ അതല്ല പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറഞ്ഞു. പ്രൈസ് ഗാഡ്. നിങ്ങളോ
കർത്താവ് ചോദിക്കുന്നത്, പറയുന്നത് മറ്റുള്ളവരെന്തും പറയട്ടെ, മറ്റുള്ളവർക്ക് എന്തും പറയാം. ബിക്കോസ് അവർക്ക് എന്നെ വ്യക്തമായി അറിയില്ല, ഞാനും അവരുമായിട്ട് ഒത്തിരി ഇടപഴകുവാനും പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങളുമായിട്ട് ഞാൻ ഇത്രത്തോളം ഇടപഴകിയപ്പോൾ, as long as I spend time with you and I show myself, ഈ അനുഭവിച്ചറിഞ്ഞ കഴിഞ്ഞ ചില നാളുകളായി നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതനുസരിച്ച്, what you think about me, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയാൻ ആഗ്രഹിക്കുന്നു? അതിന് പെട്ടെന്ന് ശീമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഉടനെ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. ശിമോനെ, യു ആർ ബ്ലസ്ഡ്. എന്താണെന്നറിയാമോ? നീ ജഡരക്തങ്ങളോട് കൂടിയ ആശയമല്ല ഇപ്പോൾ നീ എന്നോട് ഷെയർ ചെയ്തത്. ഇത് നിന്നിൽ വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചതുകൊണ്ട്, ദാറ്റ് റിവീൽ യു ഹു ആം ഐ, ഞാൻ ആരാന്നുള്ളത് നിനക്ക് വ്യക്തമായി. എന്നിട്ട് പറഞ്ഞു, നീ വാസ്തവമായി പത്രോസ് ആകുന്നു, പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അവിടെ ഒരർത്ഥം മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു ആരാണ് എന്ന് വ്യക്തമായി വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ദൈവസഭ. പ്രൈസ് ഗാഡ്. മറ്റു പലരും പലതും പറഞ്ഞു, പല അഭിപ്രായങ്ങളും കേൾക്കാം. പക്ഷേ പീറ്റർ പറഞ്ഞു, നീ വാസ്തവമായി സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ദൈവവേദലേ, ക്രിസ്തേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, അതിനാ പറയുന്നത് ദ ഗ്രൂപ്പ് ഓഫ് ബിലീവേഴ്സ്. പ്രൈസ് ഗാഡ്. അല്ലെങ്കിൽ ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ബിലീവേഴ്സിൻ്റെ കൂട്ടമായിട്ട് വരുന്ന, ക്രിസ്തേശുവിനെ മാത്രം ഹല്ലേലൂയ നോക്കി പാർക്കുന്ന, ക്രിസ്തേശുവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തികളാണ് ദൈവം ആഗ്രഹിക്കുന്ന സഭ. പ്രൈസ് ഗാഡ്. എന്നിട്ട് അവിടെ പിന്നെ അടുത്ത് എന്താ പറയാമോ? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പം ഈ സഭയിലുള്ളവർക്ക്, ദൈവസഭയിലുള്ളവർക്ക് ഒരധികാരം ദൈവം കൊടുക്കുന്നുണ്ട്. നീ ഭൂമിയിലുള്ളത് കെട്ടുവാനും അഴിക്കുവാനും ഉള്ള ഒരധികാരം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തേശുവിനെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തേശുവുമായിട്ട് നാം അടുത്ത് ജീവിക്കണം. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല കർത്താവിനുള്ളവൻ. പിന്നെയോ കർത്താവിൻ്റെ ഇഷ്ടവും കൽപ്പനയും അനുസരിക്കുന്നവൻ മാത്രമാണ് കർത്താവിന് ഇഷ്ടമുള്ളവൻ. അവനാണ് ക്രിസ്തേശുവിൻ്റെ സഭയ്ക്ക് മെമ്പറായിരിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഞാൻ ആരംഭം ഓർപ്പിച്ചതുപോലെ പലരും പല രീതിയിൽ സഭകൾ കൊണ്ടുപോകാറുണ്ട്, പലതും പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തക പ്രകാരം, ദൈവവചനപ്രകാരം സഭ എന്ന് പറയുന്നത്, സ്തോത്രം ഹല്ലേലൂയ, ക്രിസ്തേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ക്രിസ്തേശുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശു പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെയാണ്, ബിലീവേഴ്സിനെയാണ് ദൈവം കണ്ടിരിക്കുന്ന ദൈവസഭയായിട്ട് കണക്കാക്കുന്നത്. പ്രൈസ് ഗാഡ്. നമുക്കറിയാം, ഇന്ന് നാം ലോകത്തിൽ കണ്ണുകൾ ചുറ്റിലും ഓടിച്ചു നോക്കുമ്പോൾ there are many denomination, like I said, on their own doctrine. അവർക്ക് ബോധിച്ചതുപോലെ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അടിസ്ഥാനങ്ങൾ ഇട്ടുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, കംഫോർട്ട് വേയിൽ അവരവരെ കർണരസിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതും മനസ്സിന് ആശ്വാസം തൽക്കാലത്തേക്കിന് കൊടുക്കുന്നതുമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദൈവജനത്തെ കളിപ്പിക്കുന്ന, സ്തോത്രം ഹല്ലേലൂയ, ചെന്നായുടെ വേഷം, ആടിൻ്റെ വേഷം ചെന്നായ എങ്ങനെയാണ് ധരിക്കുന്നത്, അതുപോലെ ധാരാളം ദൈവസഭകൾ ഇന്നുണ്ട്. പക്ഷേ പേര് ദൈവത്തിൻ്റെ സഭ.
ദൈവമക്കളോട് ഞാൻ പറയട്ടെ, കാഹളം ധ്വനിക്കുമ്പോൾ ആരാണ് അതിൽ ഉൾപ്പെടുവാൻ തക്കവണ്ണം യോഗ്യരായവർ? പ്രൈസ് ഗാഡ്. കർത്താവിൻ്റെ നിയമം ചെയ്ത്, കർത്താവിനോട് നിയമം ചെയ്ത്, കർത്താവുമായിട്ട് ചേർന്ന് ഈ വേദപുസ്തക പ്രകാരമല്ലാതൊരു ന്യായവിധി ഉണ്ടാകുന്നില്ല. ഒരു സഭയ്ക്കും നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒരൊറ്റ സഭകൾക്ക് പോലും. പിന്നെ ആർക്കു മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഈ ക്രിസ്തേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമേ കാഹള ശബ്ദം കേൾക്കുകയുള്ളൂ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഈ സഭ എന്ന് പറഞ്ഞാൽ, ഈ സഭ എടുക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവേഴ്സ് ഹു ആർ ട്രൂലി അബൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തേശുവിനാൽ സ്തോത്രം ജീവിച്ച് ഒരു കൂട്ടം ജനമുണ്ട്. ക്രിസ്തേശുവിൻ്റെ വചനത്താൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരെ ചേർത്തുകൊള്ളാനാ നമ്മുടെ കർത്താവിനെയും വരുന്നത്. പ്രൈസ് ഗാഡ്. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചതുകൊണ്ട്, നാം നേർച്ച നേർന്നപ്പോൾ അത് സംഭവിച്ചതുകൊണ്ട്, നാം വന്നപ്പോൾ ഒരു സമാധാനം ലഭിച്ചതുകൊണ്ട്, സ്തോത്രം, അല്ലെങ്കിൽ കർത്താവേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് കൊണ്ടല്ല കർത്താവ് നമ്മെ എടുക്കുവാൻ തക്കവണ്ണം വരുന്നത്. അത് ദൈവമില്ലാത്തവൻ പോലും കർത്താവേ എന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സലിയുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം മാത്രമല്ല നാം സേവിക്കുന്ന ക്രിസ്തേശു. അവൻ ജാതികളെയും ക്രൈസ്തവരെയും അക്രൈസ്തവരെയും സ്നേഹിക്കുന്നവനാണ്. ലോകത്തിലുള്ള സകല ഭാഷ, ജാതി, നിറ വ്യത്യാസമില്ലാതെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു ദൈവമാ നാം സേവിക്കുന്ന ദൈവം. കാരണം സകല മാനവജാതികളുടെയും സൃഷ്ടാവും ഉടയവനുമാ, ന്യായം വിധിക്കുന്നവനാ നമ്മുടെ ദൈവം. ഇത് ആയതുകൊണ്ട് സ്തോത്രം, ചോദിക്കുന്നതിനൊക്കെ മറുപടി തരുവാൻ സ്തോത്രം എല്ലാ ജനവും അർഹരാ. They have a right to ask to God and receive from God. പക്ഷേ അതുകൊണ്ട് അവർ സഭയുടെ അംഗമാകണമെന്നില്ല. സഭയുടെ അംഗം മീൻസ് not a membership for one of the church. Hallelujah. പിന്നെ എന്താണെന്നറിയാമോ? ഇതിൻ്റെ മെമ്പർഷിപ്പ് ആയിരിക്കണം. ഈ തിരുവചനത്തിൻ്റെ പ്രകാരം മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കണം. കർത്താവിന് കൊടുക്കുവാനുള്ള സകല ആരാധനകളും ബഹുമാനവും കൊടുക്കണം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord added, hallelujah, to the church daily those who are being saved. എല്ലാ ദിവസവും നാളുകളും സേവ് ആയിക്കൊണ്ടിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ജനത്തെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ഗാഡ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 46 മുതൽ വായിക്കാം. ഒരുമനപ്പെട്ട്, അപ്പം ഒരു മനസ്സോടെ കൂടുന്നതായിരിക്കണം ആ ബിലീവേഴ്സിൻ്റെ പ്രത്യേകത. ഒരു മനസ്സോടെ കൂടണം. ഒരു ദൈവസഭയിൽ പല മനസ്സുള്ളവരുണ്ടല്ലേ? പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, ഇരുമനസ്സുള്ളവൻ അവൻ്റെ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. കാര്യം സാധിക്കുവാൻ വേണ്ടി ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്നതല്ല. പിന്നെയും ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ പറയുന്നത് ചിന്തിക്കരുത്, സഭ, I'm not talking about this church. I'm not talking about any church. പേര് പറയുന്ന സഭയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സഭ എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. The group of believers who are follow the Christ. ക്രിസ്തേശുവിൻ്റെ നിയമപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടം ജനമാസഭ. അത് മനസ്സിലാക്കണം. അല്ലാതെ ഒരു കുരിശു വെച്ചതുകൊണ്ടോ, ഒരു കുരിശു വരച്ചതുകൊണ്ടോ, 2 പാട്ട് പാടിയതുകൊണ്ടോ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള സഭയല്ല. അതാകണമെന്നില്ല. സ്തോത്രം. അതുമാത്രം കൊണ്ട് ഒരു ദൈവസഭയല്ലത്. കർത്താവിൻ്റെ വചനവും കൽപ്പനയും അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബിലീവേഴ്സാണ് ദൈവത്തിൻ്റെ സഭ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ആരംഭത്തിൽ കേട്ടതുപോലെ അവർക്കുള്ള അധികാരമാണ് അഴിക്കുവാനും കെട്ടുവാനും ഉള്ള അധികാരം.
ദുഷ്ടൻ്റെ പോരുകളുടെ മേൽ ശാസിക്കുവാൻ, രോഗത്തിൻ്റെ മേൽ സൗഖ്യം കൽപ്പിക്കുവാൻ, ഭൂതത്തോടെ നീ വിട്ടുപോകുവാൻ കൽപ്പിക്കുവാൻ, പാമ്പിനെയും തേളുകളെയും ചവിട്ടുവാനുള്ള സ്വർഗീയ അധികാരം ലഭിച്ച ഒരു ഗ്രൂപ്പാണ് ദ ബിലീവേഴ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊരുമിച്ച് കൂടുമ്പോഴാണ് അതിനെ സഭ എന്ന് പറയുന്നത്. പ്രൈസ് ഗാഡ്. ഇവിടെ പറഞ്ഞത് ഒരുമനപ്പെട്ട ദിനം പ്രതി, പിന്നെ ഒരുമനപ്പെട്ട ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിയും ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കൂടി വരുമ്പോഴുള്ള പ്രത്യേകത അതാ സ്നേഹത്തിൻ്റെ ഒരു ഔട്ട് പോറിങ് കാണിക്കുന്ന, ആ സ്നേഹം കവിഞ്ഞൊഴുകുന്നത് കാണിക്കുന്നത് ആ ഭാഗം കൂട്ടായ്മയിൽ. അപ്പോൾ ദൈവമക്കൾ കൂടി വരുമ്പോൾ അവരേക മനസ്സുള്ളവരായിരിക്കണം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് അടുത്തത്, അങ്ങനെ ചെയ്തു വരുമ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട്, പ്രൈസ് ഗാഡ്. അപ്പം ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ വിളിച്ചെടുത്ത ക്രിസ്തേശുവിലുള്ള ഒരു ഗ്രൂപ്പാണ് സഭ. ലോക ജീവിതത്തിൽ നിന്ന്, ലോക മനുഷ്യരിൽ നിന്ന് വിളിച്ചെടുത്ത ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് ദ പീപ്പിളാണ് സഭ. പ്രൈസ് ഗാഡ്. നമ്മോട് ചോദിക്കുക, നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു പേര് പറയാനുണ്ടല്ലേ. വി ഓൾ ഹാവ് എ നെയിം. ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞാൻ ഇന്ന ചർച്ചിലാണ് പോകുന്നത്. പക്ഷേ വാസ്തവത്തിൽ അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പറയുന്നെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ആം ഐ ട്രൂ ബിലീവർ? ഞാനൊരു വചനപ്രകാരമുള്ള വിശ്വാസിയാണോ? അങ്ങനെയെങ്കിൽ മാത്രമേ ഐ ആം ദ മെമ്പർ ഓഫ് ദ ചർച്ച്. അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ സഭയുടെ പങ്കാളിയായി മാറത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ചില സഭകളിൽ ദശാംശം കൊടുത്താൽ അവരെ സഭയുടെ മെമ്പർഷിപ്പ് കൊടുക്കും. ചില സഭകളിൽ അവരുടെ റിച്വൽസ് എല്ലാം പാലിച്ചു കഴിഞ്ഞാൽ അവർ മെമ്പർഷിപ്പ് കൊടുക്കും. സ്തോത്രം. അങ്ങനെ അവരുടെ നിയമപ്രകാരം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മെമ്പർഷിപ്പ് കൊടുക്കും. എന്നാൽ ഇതൊക്കെ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഈ വചനപ്രകാരം പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം ലഭിച്ച ഒരു കൂട്ടം ജനമല്ല എങ്കിൽ നീ ദൈവസഭയ്ക്ക് കൊള്ളാമെന്നവനോ നീ ദൈവസഭയുടെ അംഗമോ അല്ല. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമ്മൾ ആദ്യം ഓർപ്പിച്ചു, സഭ ഒരു കെട്ടിടമല്ല, അത് വിശ്വാസികളുടെ സമൂഹമാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ അതിനെക്കുറിച്ച് വ്യക്തമായി മറ്റു ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. The word church is not directly used in Old Testament. പഴയ നിയമത്തിൽ ചർച്ച് എന്നൊരു വാക്കില്ല, സഭ എന്നൊരു വാക്ക് പഴയ നിയമത്തില്ല. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ബട്ട് അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു സ്ഥലമായി മാറി. സഭ എന്ന വാക്ക് പഴയ നിയമത്തിൽ ഞാൻ ഉപയോഗിച്ചതുപോലെ നേരിട്ട് ഉപയോഗിച്ചിട്ടില്ല, എന്നാൽ അതിൻ്റെ ആശയങ്ങൾ വ്യക്തമായി കാണാം. പ്രൈസ് ഗാഡ്. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നോക്കുമ്പോൾ, വിളിക്കപ്പെട്ട ഇസ്രായേൽ പ്രൈസ് ഗാഡ്. അപ്പോൾ the called out assembly, വിളിക്കപ്പെട്ട, എല്ലാവരിൽ നിന്നും വിളിക്കപ്പെട്ട, പ്രത്യേകിച്ച് വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായിരുന്നു ഇസ്രായേൽ. പ്രൈസ് ഗാഡ്. ഇസ്രായേൽ വാസ് God's chosen people. They were called out from Egypt. They were a holy nation and kingdom of priests. This was a picture of the church in Old Testament. Praise God. Hallelujah.
ഇസ്രായേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനമായിരുന്നു. അവർ മിസ്രയീമിൽ നിന്ന് വിളിക്കപ്പെട്ടു, സ്തോത്രം, അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടു. അവർ വിശുദ്ധ ജനവും പുരോഹിത രാജവർഗവുമായി അവരെ തിരഞ്ഞെടുക്കും. ഇത് സഭയുടെ ഒരു നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ കാണുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദ അസംബ്ലി എന്ന് പറയുന്നത് കഹാൽ എന്നാണ് അതിൻ്റെ ഹിബ്രു വേർഡ്. കഹാൽ, QAHAL, പ്രൈസ് ഗോഡ്. കഹാൽ എന്ന വാക്കിൻ്റെ അർത്ഥം, സ്തോത്രം, വേർതിരിക്കപ്പെട്ടവർ, വിളിച്ചവർ എന്ന അർത്ഥം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതിന് ഗ്രീക്ക് ഭാഷയിലാണ് അതിന് ശേഷം അത് എക്ലീഷ്യ എന്നായി തീർന്നത്. സ്തോത്രം. പഴയ നിയമത്തിലെ സഭയും പുതിയ നിയമത്തിലെ സഭയും തമ്മിലുള്ള ബന്ധം നമുക്ക് ഒന്ന് ചിന്തിക്കാം. പ്രൈസ് ഗോഡ്. പഴയ നിയമകാലത്ത് ഹല്ലേലൂയ സഭയെന്ന് പറയുന്നത് ദൈവം വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തിൻ്റെതായിരുന്നു. സ്തോത്രം. എന്നാൽ പുതിയ നിയമ കാലത്തെ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട, ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം ജനത്തെയായിരുന്നു. പ്രൈസ് ഗോഡ്. അത് ഒരു ഫ്രീ വില്ലായിരുന്നു. സ്തോത്രം. പണ്ടങ്ങനെയല്ല, ദൈവം തിരഞ്ഞെടുക്കണം, ദൈവം വിളിച്ച് വേർതിരിക്കണം. എന്നാൽ പുതിയ നിയമ സഭയായി കഴിഞ്ഞപ്പോൾ ദാറ്റ് ഈസ് യുവർ വിൽ ടു ചൂസ് ക്രൈസ്റ്റ് ആസ് യുവർ സേവിയർ. അത് ദൈവസഭയുടെ അല്ലെങ്കിൽ ക്രിസ്തേശുവിൻ്റെ സഭയുടെ അംഗമായി തീരുവാൻ എല്ലാവർക്കും അധികാരം കൊടുത്തു. അതാണ് പുതിയ നിയമസഭയ്ക്കുള്ള പ്രത്യേകത. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. അടുത്തത്, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു ടാബർനാക്കിൾ. പ്രൈസ് ഗോഡ്. ഗോഡ് ഡ്വെല്ലിംഗ് വിത്ത് ഹിസ് പീപ്പിൾ. അതായിരുന്നു ടാബർനാക്കിളിൻ്റെ ഉദ്ദേശം. തിരുനിവാസം എന്നൊക്കെ നാം പറയാറുണ്ട്. ദൈവം ജനത്തോടൊപ്പം ഇറങ്ങി വസിക്കുന്ന ഒരു സ്ഥലം. ഹല്ലേലൂയ, സ്തോത്രം. അതായിരുന്നു ടാബർനാക്കിൾ. God dwell among Israel in the tabernacle. Praise God. It symbolized God's presence in his people. അടുത്തത്, today church is the temple of the Holy Spirit. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒന്നായി മാറി ഈ പുതിയ നിയമകാലത്തിലുള്ള ദൈവത്തിൻ്റെ സഭ. കാരണം ഒരുവനുമേൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് അവനിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനെന്ന് പറയാൻ പറ്റുന്നത്. അവനാണ് ദൈവത്തിൻ്റെ സഭയുടെ അംഗം. ഈസ് ദ മെമ്പർ ഓഫ് ദ ചർച്ച്, ഈസ് ദ ബിലീവർ. അതുകൊണ്ട് പുതിയ നിയമസഭ ലീഡ് ചെയ്യുന്നത് മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ദർ ആർ മെനി 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 ചർച്ചസ് അവരുടെ ഓൺ ഡോക്ട്രിൻ വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമില്ലാതെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുക്കാതെ, ഹല്ലേലൂയ, മാനുഷികമായ ബുദ്ധിയിൽ ആരാധനകളെ ക്രമപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമുണ്ട്. എന്നാൽ വചനം പറയുന്നു അത് വാസ്തവമായി കർത്താവിൻ്റെ ലിസ്റ്റിലുള്ള സഭകളല്ല. ദൈവത്തിന് മഹത്വം, സ്തോത്രം. നമുക്കത് പുറമേയുള്ള സമയങ്ങൾ, ലേറ്റർ ഓൺ വി ക്യാൻ ലേൺ ദാറ്റ്. പിന്നീടുള്ള സമയത്ത് ഹല്ലേലൂയ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയാക്കും. എക്സോഡസ് 25 അധ്യായത്തിൻ്റെ 8 വാക്യം ഒരാൾക്ക് വായിക്കാം, മറ്റൊരാൾക്ക് ഹല്ലേലൂയ, സ്തോത്രം, കോരിന്ത്യൻസ്, 1 കോരിന്ത്യൻസ് 3 അധ്യായത്തിൻ്റെ 18 വാക്യം കൂടെ നമുക്ക് 16 വാക്യം കൂടെ നോക്കാം. അപ്പം ഇതാണ് ആദ്യത്തെ പഴയ നിയമകാലത്തെ സഭയുടെ ആരംഭം. പിതാവായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും ദൈവം ആഗ്രഹിക്കുന്നതുമായ ഒന്നായിരുന്നു. എന്ത്? ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം. അപ്പൊ ദൈവം അന്ന് വസിച്ചിരുന്നത് എവിടെയായിരുന്നു? ടെമ്പിളായിരുന്നു. ദൈവസാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം. അങ്ങനെയാ ടാബർനാക്കിൾ ഉണ്ടാക്കാൻ കർത്താവ് പറഞ്ഞു. എന്നാൽ പുതിയ നിയമസഭയിൽ എന്തുവാണെന്നറിയാമോ? കണ്ടോ, കോരിന്ത്യ ലേഖനത്തിൽ പറയുന്നതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. പഴയ നിയമകാലത്തോ
യഥാർത്ഥമായ ഒരു മന്ദിരത്തിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ, ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു പഴയ നിയമകാലത്തുള്ള സഭയുടെ ആരംഭം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ പുതിയ നിയമവിശ്വാസികളോട് പറയുന്നത്, നിങ്ങളാ ദൈവത്തിൻ്റെ മന്ദിരം. ഇനിയിപ്പം ദൈവത്തിന് ഇറങ്ങാൻ പ്രത്യേക സ്ഥലം വേണ്ട, നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം കൽപ്പനകൾ പ്രകാരം ജീവിച്ച ഒരുവൻ്റെ മേൽ വസിക്കുന്നതാ ദൈവത്തിൻ്റെ സഭ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, ഈ വസിക്കുന്ന സഭയിൽ എന്തോ ഉണ്ടാകും? ആത്മാവുണ്ടാവും. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിന് കൺട്രോൾഡായിരിക്കണം. നാം ദൈവത്തിൻ്റെ ആത്മാവിന് വിനയപ്പെട്ടവരായി തീരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യങ്ങൾ എന്താ പറയുന്നറിയാമോ? ഇവിടെ പറയുന്നത്, ഈ ആലയം നശിപ്പിക്കരുത്. പാപത്തിൻ്റെ ചിന്തകൾ കൊണ്ടോ പിന്മാറ്റം കൊണ്ടോ ആരാധനയുടെ കുറവ് കൊണ്ടോ ദൈവകൽപ്പന അനുസരിക്കാതെയോ ഈ ആലയത്തെ നശിപ്പിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം തിരുനിവാസത്തിൽ വസിച്ചിരുന്നു അന്ന്. അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായിരുന്നു. ഇന്ന് ദൈവസഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ഇൻഡിവിജ്വലി ഡ്വെല്ലിംഗ് ചെയ്യുന്ന, വ്യക്തിപരമായി നമ്മളിൽ വസിക്കുന്ന ഒന്നാണ് ദൈവസഭ. അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂടുമ്പോഴാണ് ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഒരു ദൈവപൈതൽ ഒരുമിച്ച് കൂടുമ്പോൾ, ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് വി ലോസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവർ പിന്നെ പ്രാക്ടീസ് കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവർ കൂടി വരുന്നത് അവരുടെ ചില അനുഭവങ്ങൾ കൊണ്ടാണ് അവർ കൂടി വരുന്നത്. അവർ കൂടി വരുന്നത് ചില ആവശ്യങ്ങൾ നേടിയെടുക്കുവാനാണ് അവർ കൂടി വരുന്നത്. അവർ കൂടി വരുന്നത് ദൈവത്തോട് അവരുടെ വിഷയങ്ങൾ പറയാനാണ് കൂടി വരുന്നത്. എന്നാൽ ആത്മാവ് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നവൻ, ദൈവവുമായിട്ട് വസിക്കുന്നവൻ, ഹല്ലേലൂയ, അവനിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. അവനറിയാതെ അവൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കെതിരെ വരുന്ന എല്ലാ പോരുകളെയും ദുഷ്ടൻ്റെ ചിന്തകളെയും അനർത്ഥങ്ങളെയും കുറിച്ച് നാം പോലും അറിയാതെ ദൈവത്തോട് വാദിക്കുകയും നമ്മെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അതാണ് പുതിയ സഭയാകുന്ന നമ്മുടെ മേൽ ഉണ്ടായിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ട ആ ഒരു വിഷയം, ഞാൻ ദൈവത്തിൻ്റെ സഭയാകുന്ന മന്ദിരമാണോ? എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും വസിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ചിന്ത നമ്മളിൽ വ്യക്തമായി ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായി ഇപ്പം നമ്മുടെ ശരീരം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള നാം കൂടി വരുന്നത് ആ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദൈവ പൈതൽ കൂടി വരുന്ന സഭയിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടാകണം, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. അവൻ്റെ ആരാധനയിൽ ശക്തിയുണ്ട്, അവൻ്റെ സ്തോത്രത്തിൽ ശക്തിയുണ്ട്, അവൻ്റെ സ്തുതിയിൽ ശക്തിയുണ്ട്, അവന് പ്രത്യാശയുണ്ട്. കാരണം അവനിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായതുകൊണ്ട്. Praise God. Our church is not dead. നമ്മൾ കൂടി വരുന്ന സഭ ഒരു മരിച്ച സഭയല്ല. ഉണർവിൻ്റെയും പ്രത്യാശയുടെയും പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് യേശുവിൻ്റെ നാമം പറയുവാൻ ധൈര്യമുള്ള ഒരു കൂട്ടരാ ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ. കാറ്റുകൾ പ്രതികൂലമായി വരുമ്പോൾ കണ്ട് നിരാശപ്പെടുവാനല്ല ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെയോ
അതിനെതിരെ ശാസിക്കുവാൻ, അതിനെതിരെ സംസാരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരാത്മ സാന്നിധ്യമുണ്ട്. അത് നഷ്ടപ്പെടാത്തതായിരിക്കട്ടെ നമ്മുടെ ദൈവസഭ. പ്രൈസ് ഗാഡ്. പഴയ നിയമസഭയ്ക്ക് മധ്യസ്ഥന്മാരുണ്ടായിരുന്നു കേട്ടോ. ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു പഴയ നിയമസഭയ്ക്ക്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് നോ മോർ മീഡിയേറ്റർ. ഒരു മധ്യസ്ഥനില്ല. എന്നാൽ ഇന്ന് പല സഭകളിലും മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിച്ചാണ് ഓരോ കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നത്. എന്നാൽ ഈ മധ്യസ്ഥൻ എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ഒരു പുതിയ നിയമസഭയ്ക്ക് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ മധ്യസ്ഥൻ. എന്നാൽ നാം കാണുന്ന മറ്റ് പല സഭകളിൽ എന്ന് പറയുന്ന കൂട്ടായ്മകളിലും കാര്യങ്ങളൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. അവർക്ക് മധ്യസ്ഥനില്ലാതെ യേശുവിനോട് പറയാൻ പ്രയാസമാണ്. They need a mediator. ചോദ്യം, ഈസ് ഇറ്റ് എ റിയൽ ചർച്ച്? അതൊരു വാസ്തവമായ സഭയാണോ? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഭയാണോ? ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു സിംബോളിക്കലായിട്ടുള്ള ഒരു വസ്തു വെച്ചത് കൊണ്ടോ, ഒരു ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് വരുത്തിയത് കൊണ്ടോ, ബിൽഡിങ്ങിൻ്റെ അകത്തോ പുറത്തോ ഒരു കുരിശ് വെച്ചത് കൊണ്ടോ, ഒരു പ്രാവിൻ്റെ രൂപം വെച്ചത് കൊണ്ടോ അത് ദൈവത്തിൻ്റെ വചനപ്രകാരം സഭയല്ല. പക്ഷേ മനുഷ്യൻ്റെ കാഴ്ചയിൽ അത് സഭയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് സഭയല്ല. ദാറ്റ് ഈസ് ജസ്റ്റ് എ കോമൺ ഫെലോഷിപ്പ്. അത് എല്ലാവരും കൂടി വരുന്ന ഒരു സ്ഥലമെന്നല്ലാതെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങാത്ത ഒരു പ്ലേസാണ്. കാരണം അത് ദൈവത്തിൻ്റെ നിയമപ്രകാരമുള്ളതല്ലാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവ് ഇല്ലാത്തതായതുകൊണ്ടും മാനസാന്തരം സംഭവിക്കാത്ത ഒരു കുറച്ച് ഹല്ലേലൂയ ദൈവം വിശ്വസ്തനും നല്ലവനും ഉത്തരം തരുന്നവനുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാർ. I'm not saying all other churches are non-believers. They believe. പക്ഷേ വ്യത്യാസം മനസ്സിലാക്കണം. ബിലീവ് ചെയ്തതുകൊണ്ട് ദൈവസഭയുടെ അംഗമാകില്ല. ദൈവസഭ ബിലീവ് ചെയ്തതുകൊണ്ട് ഇപ്പം നമ്മൾ എവിടെ പോയാലും, ഓരോരുത്തർക്കും ഒരു ടെമ്പിളിൽ പോയാലും, ഒരു പള്ളിയിൽ പോയാലും, മറ്റ് ഹോളി പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാലും പീപ്പിളിനെല്ലാം ഒരു ബിലീവ് ഉണ്ടല്ലേ. അവിടെ പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കും. അവിടെ നേർച്ച നേർന്നാൽ ആ കാര്യം നടക്കും. പ്രൈസ് ഗാഡ്. എന്നാൽ ഇവരെയും വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ബിലീവർ. പക്ഷേ വചനപ്രകാരമുള്ള ബിലീവർ ആരാന്നറിയാമോ? who are born again in Christ. ക്രിസ്തേശുവിൽ പുതിയതായിട്ട് ജനിച്ചിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ദ ട്രൂ ചർച്ച്, വചനപ്രകാരമുള്ള സഭ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് നിർത്തുകയാണ്. We will continue this subject with more detail, praise God, in coming days. വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ആഴമായി പഠിപ്പാൻ നമ്മുടെ ദിവസങ്ങൾ നമുക്ക് കണ്ടെത്താം. എവറി ആൾട്ടർനേറ്റീവ് വീക്ക് വി ഷുഡ് കണ്ടിന്യൂ, പ്രൈസ് ഗാഡ്. ഇന്ന് ഞാനിതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇൻ കമ്മിങ് ഡേയ്സ് വി വിൽ ഗോ ഡീപ്ലി. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. പുതിയ നിയമസഭയ്ക്ക് മധ്യസ്ഥനില്ല. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്ന പല ദൈവിക സഭകളെന്നറിയപ്പെടുന്ന, ക്രിസ്തീയ സഭകളെന്നറിയപ്പെടുന്ന ധാരാളം കൂട്ടായ്മകളുണ്ട്. ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മൾ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ, എനി കൈൻഡ് ഓഫ് ഷേപ്പ് യു ക്യാൻ മേക്ക് ഇറ്റ്. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഐദർ വേ ഇറ്റ് ക്യാൻ ബി എ വുഡ്, അത് തടിയാകാം, കല്ലാകാം, മെറ്റീരിയൽ ആകാം, എനി കൈൻഡ് ഓഫ് മെറ്റീരിയൽ.
നാം അതിനെ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ എന്തോ ശക്തി ഉണ്ടെന്നും പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, അവിടെ ഒരു ശക്തി വ്യാപരിക്കും. അത് ദൈവത്തിൻ്റെ ശക്തിയല്ല, ദുരാത്മാവിൻ്റെ ശക്തിയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാരണം കൊടുക്കുന്ന ബഹുമാനം അനുസരിച്ച്, സ്തോത്രം, നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ ദുരാത്മശക്തി അവിടെ വ്യാപരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഓരോ സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ആരാധനാ സ്ഥലങ്ങളോ അങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി നടക്കുന്നതോ ആയ സ്ഥലങ്ങളൊന്നും കാഹളശബ്ദം കേൾക്കുകയോ ക്രിസ്തേശുവിൻ്റെ സഭയോ ഒന്നും വിളിക്കപ്പെടുകയില്ല. സ്തോത്രം. നമ്മുടെ അവസാനം വരെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസാനം വരെ, മരണം വരെ ആ സഭ അവർക്ക് ഒരു സഭയായിരിക്കും. പക്ഷേ ക്രിസ്തുവിൽ അത് സഭയല്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ അത് സഭയല്ല. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് തന്നതനുസരിച്ച് അവർ പലയിടത്തും പലതും നേർന്നു അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കേട്ടോ, അവരുടെ കാര്യങ്ങൾ സാധിച്ചു, അവർ നേർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു പാമ്പ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് ഒരു തല ഉയർത്തി നിൽക്കുന്ന പാമ്പ്. 2-3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇത് തന്നെ കണ്ടു. ഞാൻ ആ കുടുംബത്തെ വിളിച്ച് ചോദിച്ചു, ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തല ഉയർത്തി നിൽക്കുന്ന പാമ്പിനെ കണ്ടുവെന്ന്. എന്താണ് അതിൻ്റെ കാര്യം? നിങ്ങൾ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാഞ്ഞിട്ടാണോ? എന്തെങ്കിലും കുറോഷ്യങ്ങളുണ്ടോ? അതോ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, നിങ്ങളുടെ അറിവിൽ വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ അല്പനേരത്തെ സൈലന്റിന് ശേഷം, മൗനത്തിന് ശേഷം എന്നോട് കാര്യങ്ങൾ തുറന്നു പറയാനിടയായി. എന്നോട് പറഞ്ഞു, ഇതാർക്കും അറിയാത്ത ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ ഒരു പാമ്പിൻ്റെ രൂപം ഗോൾഡിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നേർന്നിരുന്നു. പക്ഷെ അത് ഇതുവരെയും ഫൈനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ട് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ ഒത്തിരി ആ വിഷയം ചിന്തിപ്പിച്ചു. ദൈവവേദലേ, അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം, ഒരാത്മീയ കാഴ്ചപ്പാടിൽ കണ്ടു കഴിഞ്ഞാൽ, ആ പാമ്പിനെ ഗോൾഡൻ രൂപത്തിലുണ്ടാക്കി നേർച്ചയായി കൊടുക്കുവാൻ നേർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കാര്യങ്ങൾ സാധിച്ചെങ്കിൽ ചോദ്യം, ഇതേത് ആരാധനയാ? ഇതേത് ദൈവമാ? ഇതേത് ശക്തിയാ? ഇതേത് മീഡിയേറ്ററാ, മധ്യസ്ഥനാ? ഇതിനാണ് ആത്മാവുള്ളവൻ പറയുന്നത് ദുരാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ പറയുന്നു ഇത് ദുരാത്മാവിൻ്റെ ശക്തിയാണ്. നമുക്ക് എൻ്റയർലി നമ്മുടെ വേദപുസ്തകം പഠിക്കുമ്പോൾ ദുരാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഒത്തിരി പഠിക്കുവാനുണ്ട്. അത് ആത്മാവിൻ്റെ വേഷം കെട്ടി ദുരാത്മാവ് വരും. ഇന്ന് പകൽക്കാലം ശക്തമായ ഒരു കാര്യം മനസ്സിലാക്കണം. നാം ദൈവസഭയുടെ അംഗമാണെങ്കിൽ നമ്മളിൽ അങ്ങനെയുള്ള ശക്തിക്ക് സ്ഥാനമില്ല. നമ്മളിൽ ആരും അങ്ങനെയുള്ള ശക്തിയിൽ ആശ്രയിക്കരുത്. നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഏത് കഷ്ടനേരത്തും ഏത് സമയത്തും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തരുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. പ്രൈസ് ഗാഡ്. അവൻ നമുക്ക് തക്ക സമയത്ത് മറുപടി തരും. താമസിച്ചാലും അവൻ മറുപടി തരും. ഈ ദൈവസഭയുടെ അംഗമായിരിക്കാൻ ഇന്ന് പകൽക്കാലം ഇവിടെ കൂടിയിരിക്കുന്നവർക്കും എന്നെ കേൾക്കുന്നവർക്കും സർവശക്തൻ തന്ന മഹാകരുണയ്ക്കായി നമുക്ക് ഹൃദയം നിറഞ്ഞ് സ്തോത്രം ചെയ്യാം. അപ്പാ, അങ്ങയുടെ ഹല്ലേലൂയ തിരുസന്നിധിയിൽ വന്ന് അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇരിപ്പാൻ എന്നെ ജീവനോടെ നിർത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ.